ഭയങ്കര എൻഗേജിങ് ആണ്. നമ്മള് എനിക്ക് ഒരു സെക്കൻഡ് പോലും നമുക്ക് അതിനെ വെറുതെ ഇരിക്കണ ഒരു ഇപ്പോഴും അദ്ദേഹം 2 റോള് ചെയ്തിട്ടുണ്ട്. വേറെ മൂഡ്. ഒരു കാരണവശാലും OTT പടം കാണുന്നത് ബിഗ് സ്ക്രീൻ തന്നെയാണ്. അഭിനയത്തിന്റെ മാരകമായിട്ടുള്ള വിസ്മയ പെർഫോമൻസ് ആണ്. ഇൻട്രോ വേറെ ലെവലാണ്. പെർഫോമൻസ് കാണണോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പടത്തിന് ടിക്കറ്റ് എടുക്കും. മുതലാവണ പടം. അതായത് പെർഫോമൻസിന്റെ കാര്യത്തിൽ എനിക്ക് മമ്മൂക്കാനും എല്ലാം വേറെ നടൻ ഇന്ത്യൻ സിനിമയിൽ നല്ല ലോകത്തിലേ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയും. കാരണം അമ്മാതിരി പെർഫോമൻസ് ഇതിൽ കാട്ടുകയാണ്. പിന്നെ ഇപ്പൊ ട്രെയിലറിൽ കാണിച്ചു പറഞ്ഞ ചിരിയില് ആ ചിരിയൊക്കെ തിയേറ്ററിൽ ആസ്വദിക്കുമ്പോണ്ടല്ലോ ആ BGM കൂടി കയറി വരുമ്പോ തിയേറ്ററിൽ ഒന്ന് കൂളിങ്ങായിരുന്നു. അങ്ങനത്തെ ഒരു സാധനമാണ് ആ ചിരി. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ 5 ക്യാരക്ടേഴ്സും കൊണ്ടുള്ളൂ. 5 ക്യാരക്ടേഴ്സിൽ 3 ക്യാരക്ടേഴ്സാണ് മെയിൻ ആയിട്ട് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അർജുന അശോകൻ, അതുപോലെ തന്നെ സിദ്ധാർത്ഥ്, പിന്നെ മമ്മൂക്ക. എന്തുകൊണ്ടും എനിക്കിഷ്ടായി. അതായത് സെക്കൻഡ് ഹാഫിലെ ഒരു തുടക്കത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് കാണുമ്പോൾ ഒരു അന്താളിപ്പ് നമുക്ക് എന്തായാലും ഉണ്ടാവും. അതാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഈ കഥ പറയാൻ ഏറ്റവും നല്ലതെന്ന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ തോന്നി. കാരണം ഒരു ഹൊറർ മൂഡാണല്ലോ. അപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറഞ്ഞ കുറച്ചും കൂടി പണ്ട് കണ്ടിരിക്കുന്ന യക്ഷിക്കഥകൾ, പ്രേതകഥകളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും തോന്നി. അപ്പോൾ ഒരു രീതിയിൽ ആണ് അപ്രോച്ച് ചെയ്ത സിനിമ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നതാണ്. പക്ഷെ അതിന് മേലെ ഉള്ള പടം ഒരു ഹിന്ദു മിത്തോളജി ബേസ് ചെയ്തുള്ള ഒരു സർവൈവൽ ത്രില്ലർ അങ്ങനത്തെ രീതിയിൽ കൂട്ടാം. ഫിലിമിനെ സീരിയസ് ആയിരിക്കുന്ന ആർക്കായാലും പടം ഇഷ്ടപ്പെടും. നമുക്കൊരു കേരളത്തിലെ ഓഡിയൻസിന് മാത്രമല്ല ഒരു ഇന്റർനാഷണൽ ഓഡിയൻസിന് മുമ്പിൽ ധൈര്യമായിട്ട് പറയാവുന്നൊരു പടമാണ്. നമ്മുടെ ഫ്രണ്ട്സിനും ആർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യുന്ന പടം. കാരണം അതിനുള്ള ഉണ്ട് പടം. ക്വാളിറ്റി വൈസ് ആയാലും അറിയാലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പടം. ഈ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തിറക്കാൻ ഒരു ഡയറക്ടർ എന്തായാലും ധൈര്യപ്പെട്ടില്ല. പുള്ളി അത്രയും ധൈര്യം എടുത്തിട്ടുണ്ട്, അത്ര റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് ഈ പടത്തിലുണ്ട്. പെർഫോമൻസ് വൈസ് ആയാലും ടെക്നിക്കൽ സൈഡ്, മ്യൂസിക്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഒരു രക്ഷയായിട്ടും. പെർഫോമൻസ് വൈസ് ഇപ്പോൾ ഒരു 3-4 പേരേ ഉള്ളൂ സിനിമയിൽ മെയിനായിട്ട് ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ ഉള്ളൂ. പക്ഷെ അവര് ഓരോ സീനിലും ഈവൻ സിദ്ധാർത്ഥ് ഭരതൻ പോലും ഞാൻ വിചാരിച്ച ചെറിയൊരു ക്യാരക്ടർ ആയിരിക്കും. പുള്ളിക്ക് വരെ നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ആർക്കും ഒരു മേലെ ഒരു താഴെ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. എല്ലാവരും ഈക്വൽ, എല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ കാണേണ്ട ഒരു പടം തന്നെയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് ഈ പടത്തിന്. എല്ലാത്തരം ഓഡിയൻസിനും എനിക്കറിയില്ല. ഒരു ഹൊറർ ജംസ്കെയറിംഗ് സീൻസ് എല്ലാം പ്രതീക്ഷിച്ച് പോകുന്ന ഓഡിയൻസിന് എത്രത്തോളം ഫീൽ വരുമെന്ന് അറിയില്ല. എന്നാൽ നമുക്കൊരു മുത്തശ്ശി കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു ഹിന്ദു മിത്തോളജി ആ ഒരു രീതിയിൽ. ആ ഗെയിം ത്രില്ലർ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ടൈം ലൂപ്പ്, ഒരു പകിട ഗെയിം ആ രീതിയിൽ വിചാരിക്കും. ഞാൻ സ്പോയിലർ ഒന്നും പറയുന്നില്ല. അങ്ങനത്തെ രീതിയിൽ ഒന്നുമല്ല പടം. കാരണം ടോട്ടലി ഡിഫറെന്റ് ആണ്. വളരെ രസകരമാണ്. നമുക്ക് അത്യാവശ്യം ടെസ്റ്റ് ഒക്കെ ഉണ്ട്. എന്നെ എക്സൈറ്റ് ചെയ്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എങ്ങനെ എന്തുകൊണ്ട് ഷൂട്ട് ചെയ്തു ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു മമ്മൂട്ടിയുടെ നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ്. അപ്പോൾ ഒരു ഹൊറർ ആണെങ്കിലും മമ്മൂട്ടി ആ ഒരു ഹൊറർ ഒരു ഗോസ്റ്റ് ആയിട്ടോ പ്രേതമായിട്ടോ നമുക്കൊരു ഫീൽ വരില്ല. കാരണം നമ്മളെ സംബന്ധിച്ച പുള്ളി ഒരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫീല് വന്നം. ഹൊററാണെങ്കിൽ തന്നെ നമുക്കൊരു പേടി വന്നം. അതപ്പോൾ എങ്ങനെ ആവണം എന്ന് എനിക്കൊരു അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടും. ഒരു മമ്മൂട്ടിയായിട്ട് കാണാൻ പറ്റില്ല അവിടെ. ആ ഒരു ടിസ്റ്റ് ഒക്കെ ഉണ്ട്. ഒരു ഇന്റർവെല് കഴിയുമ്പോൾ മാറ്റവും ഒരു ഗതി മാറ്റവും എല്ലാം വേറെ ലെവലാണ്. ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിലാകെ പറയാനുള്ളത് സിദ്ധാർത്ഥ് ഭരതനും അർജുന അശോകനും മാത്രമുള്ള മെയിൻ ആയിട്ട് ഒരു പ്രധാന ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. അവരാണ് ശരിക്കും പടത്തിന്റെ ഒരു ഹീറോ. അവരുടെ ഒരു സർവൈവൽ അതാണ് പടത്തിൽ കാണിക്കുന്നത്. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി സീൻസ് കൂട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ റോള് ശരിക്കും കുറവാണ്. പക്ഷെ ഈ 2 പേരും ആണ് പടത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അർജുന അശോകൻ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഈവൻ സിദ്ധാർത്ഥ് ഭരതൻ പോലും ക്ലൈമാക്സ് സീൻസിൽ നമ്മൾ ഞെട്ടിക്കും. ആ പുള്ളിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് റോൾ. 400-ലധികം സിനിമകൾ അഭിനയിച്ച മമ്മൂട്ടി, 400-ലധികം വേഷം പകർച്ചൽ ചെയ്ത മമ്മൂട്ടി ഇനി എന്ത് എന്ന് ചോദിക്കുന്നിടത്ത് മമ്മൂട്ടി എടുത്തു വയ്ക്കുന്ന ഒരു സാധനമാണ് പ്രമേയം. കാരണം പരീക്ഷണ ചിത്രം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മമ്മൂട്ടി ചെയ്യുന്നത് എന്താണോ അതാണ് ഇനി പുതിയ സിനിമാ ലോകത്തേക്കുള്ള പുതിയൊരു വാതിൽ. എനി കളർ എന്ന് പറയുന്നത് ഇനി മോണോക്രമാണ്. ഒരു സിനിമയുടെ ഒരാൾക്കാരോ ഒരു PR ടീമോ ആരും ഒന്നും ആവശ്യപ്പെടാതെ ഇത്രയും ആൾക്കാർ ഇവിടെ കാണുന്ന കളർ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? കാരണം മമ്മൂട്ടി അങ്ങനെ ഒരു കാര്യം എടുത്തിരിക്കുന്നത് നമ്മൾക്കറിയാം. മമ്മൂട്ടി പ്രസ് മീറ്റിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നമ്മളെ കൈവിടരുത്, ജനങ്ങൾ ഒരിക്കലും കൈവിടില്ല. ബേസിക്കലി ഞാനൊരു മോഹൻലാൽ ഫാനാണ്. പക്ഷെ ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമകളിലൂടെയാണ്. ഏത് നടന്മാരുടെയും എല്ലാത്തരം നടന്മാരും ഫാനിസം മാറ്റിവെച്ച് ഈ സിനിമ വിജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എങ്കിലും മാത്രമാണ് നമുക്ക് പുതിയ രീതിയിലുള്ള സേഫ് സോണിൽ അല്ലാത്ത പടങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പുത്തൻ അനുഭവങ്ങൾ തരുന്നത്. എല്ലാ ലാംഗ്വേജിലുള്ള പോലെ മലയാള പടങ്ങളുടെ ഇങ്ങനെ വരുന്ന ചേഞ്ച്
ചേഞ്ചിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അതിഗംഭീരമായ വിഷ്വൽ ട്രീറ്റാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ത് വരുമ്പോൾ നമ്മൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മഴ പെയ്യുന്നത് നിങ്ങൾ കാണേണ്ടതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾ കാണേണ്ടതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പാരസിന്റെ ഗംഭീരത, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു അഭിനയം, ഇതെല്ലാം വളരെ വ്യത്യസ്തമായ ഈ ഒരു അർജുൻ അശോകന്റെ, അതായത് നമുക്കിപ്പോ മമ്മൂട്ടിയുടെ ഒരു വേഷം പറിച്ച് കാണാൻ വേണ്ടി നമ്മൾ വരുമ്പോൾ കാണുന്നത് അർജുൻ അശോകന്റെയോ അല്ലെങ്കിൽ സിദ്ധാർത്ഥ് ഭരതന്റെയോ, സിദ്ധാർത്ഥ് ഭരതന്റെ ഒരു പതിയ താളത്തിലുള്ള വിരസത അനുഭവപ്പെടുന്ന, പക്ഷെ അത് തന്നെയാണ് ആ ക്യാരക്ടർ. കാരണം അയാൾക്ക് അറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. ആ ഒരു നിസ്സംഗത അതിഗംഭീരമായി സിദ്ധാർത്ഥ് ഭരതൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ക്രിസ്റ്റിയുടെ മ്യൂസിക് പടത്തെ ഭയങ്കരമായി എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ട് വിഭാഗമാണെങ്കിലും ഡയറക്ഷന്റെ വിഭാഗമാണെങ്കിലും അതിഗംഭീരമായ ഒരു പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ എല്ലാ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അടക്കം, കാസ്റ്റ് അടക്കം എല്ലാവരും ചെയ്തിരിക്കുന്നത്. ജനങ്ങളാണ് ഇനി ഇത്തരം സിനിമകളുടെ കൂടെ നിൽക്കേണ്ടത്. അതിഗംഭീര ദൃശ്യ അനുഭവമാണ്. ഫസ്റ്റ് തിയേറ്റർ വാച്ചാണ് പ്രമേയം. 3 പേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകൻ ഞെട്ടിച്ചു കളഞ്ഞു. പുള്ളി അല്ലെങ്കിൽ നല്ലൊരു പെർഫോമറാന്ന് അറിയാം, പക്ഷെ ഇത്രയും ഒരു എന്താ പറയാ, ഇത്രയും ഡെപ്ത് ആയിട്ട് ഇത്രയും ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ള ആദ്യമായിട്ട് എങ്ങനെ കാണും. 3 പേരുടെ പെർഫോമൻസ് എടുത്ത് പറയാതിരിക്കുകയാണ്. എല്ലാവരും അടിപൊളിയായിട്ട്. പിന്നെ പറയാ അത്രേ ഉള്ളൂ. 5 ക്യാരക്ടേഴ്സ് ഭയങ്കര എൻഗേജിങ് ആണ്. നമ്മള് എനിക്ക് ഒരു സെക്കൻഡ് പോലെ നമുക്ക് അതിനെ വെറുതെ ഇരിക്കുന്ന ഒരു തോന്നില്ല. ഭയങ്കര മൂവിങ് ആണ്. എല്ലാവരും ഞാൻ ആദ്യം പ്രതീക്ഷിച്ച ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ട് പോകുന്നത്, പക്ഷെ ഭയങ്കര മൂവിങ് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുപോലെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൗണ്ട് ഡിസൈൻ ആണ്. അപ്പോൾ ശരിക്കും ആ ഒരു എൻവയൺമെന്റിൽ നമ്മളെ കൊണ്ട് ഇരുത്തും. നമ്മൾ 17th സെഞ്ചുറി പീരീഡിൽ നമ്മൾ അങ്ങനെ ഇരുത്തുന്നു. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ എല്ലാത്തരം ഓഡിയൻസ് ഒരു ഹൊറർ ജോണർ, ഒരു ഹൊറർ പടം കാണണമെങ്കിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഹൊറർ കോമഡി ജോണർ, അങ്ങനെ മലയാളത്തിൽ കൂടുതൽ അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ഹൊറർ എന്ന് പറയുമ്പോൾ എപ്പോഴും കോമഡി കലർന്നൊരു ഹൊറർ ആയിരിക്കും. പക്ഷെ ത്രൂ ആൻഡ് ത്രൂ ഔട്ട് ഹൊറർ കാണണമെങ്കിൽ പടം കാണണം, വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. വലിയ സ്ക്രീനിൽ തന്നെ എക്സ്പീരിയൻസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നൊന്നും നോക്കിയിട്ട് അങ്ങനെ നോക്കരുത്. പടമായിട്ട് കാണണമെങ്കിൽ തിയേറ്റർ തന്നെ കാണും. ടെക്നിക്കലി സൗണ്ട് ആക്ടിങ് ചില സ്മൈൽസ് ഒക്കെ ഉണ്ട് മമ്മൂക്കാന്റെ. നമ്മൾ പേടിച്ചു പ്രതീക്ഷിച്ചതുപോലെ മമ്മൂക്ക ഞെട്ടില്ല. അതിനപ്പുറം പറയാനില്ല. ഇതിന്റെ മുകളിലൊന്നുമില്ല, അതുപോലെ തകർത്തിട്ടുണ്ട്. എന്ന് വെച്ചാല് ഒരു കാരണവശാലും സ്പോയിൽ ട്രാക്കരുത്. ഇത് ആരായിരുന്നു കൊഴുവൻ പോറ്റിയാരെന്നുള്ള സ്പോയിൽ ട്രാക്കരുത്. എല്ലാവരും നേരത്തെ ഒന്ന് കണ്ടം. അടിപൊളി തകർത്തു. ആദ്യം മുതൽ അവസാനം വരെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരു പേടിപ്പെടുത്തുന്ന ഭയാനകമായിട്ടൊരു ഹൊറർ ത്രില്ലറാണ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്ന മമ്മൂക്ക 35 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അത് വ്യത്യസ്തമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകൻ ആയിക്കോട്ടെ, നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ ആയിക്കോട്ടെ, വ്യത്യസ്തമായിട്ട് അഭിനയം വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റേറ്റിംഗ് ഒരു 5. ഒരു വാക്കിന്റെ ബാക്കി പറയാനുള്ളത് ഇപ്പൊ വളരെ കാലത്തിന് ശേഷമാണ് ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിൽ മകൻ അഭിനയിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ബെസ്റ്റ്. അതൊരു ഭംഗി വേറെയാണ്. മമ്മൂക്ക വില്ലനാണോ? നമുക്ക് എന്താണെന്നെങ്കിലും കാണുക, പെർഫോമൻസ് കാണുക. നമുക്ക് അങ്ങനെ സിനിമ തിരഞ്ഞെടുത്തത് തന്നെ ഒരു വേഷം കിട്ടി. എല്ലാം നന്നായിട്ട് ചെയ്തിട്ട് ആകെ നല്ല ആർട്ടിസ്റ്റുണ്ട്. എന്തായാലും പ്രൊഡ്യൂസറിനെ കാശ് നഷ്ടപ്പെടുത്തിയിട്ടില്ല. കാരണം ഇംഗ്ലീഷ് നമ്മൾ സിനിമ മുമ്പൊക്കെ നമുക്ക് കണ്ടിട്ടില്ലേ, മുമ്പത്തെ സിനിമ ഉണ്ട്, അതിന്റെ എല്ലാം ഉണ്ട്. എല്ലാം കൂടെ അവര് നല്ല മലയാളികൾക്ക് അഭിമാനിക്കാൻ മമ്മൂക്കെ കൊണ്ട് പറ്റുള്ളൂ. രക്ഷയില്ല. വേറെ നടഞ്ഞാൽ നമ്മ അവരൊന്നും നല്ല അഭിനേതാക്കളെല്ലാം ഇല്ല. ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത സംഭവം എന്തായാലും ഇദ്ദേഹം പെർഫെക്റ്റ് ആയിട്ടുള്ളൂ. അത്രയും നമുക്ക് ഇത്രയും പ്രായത്തിൽ ഇങ്ങനൊരു കഥാപാത്രം ചെയ്തു. കാരണം 2 കഥാഹിതായിട്ട് ഇത് ചെയ്യണം. ഞാൻ പറയുന്നില്ല, എന്റെ തിയേറ്ററിൽ ഒന്ന് കാണുക. അദ്ദേഹം 2 റോള് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലതാണ്. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയില് ചേട്ടൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ല എന്ന് തോന്നുന്നു. അതിനുശേഷം ചേട്ടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു. അതിനുശേഷം കളർ സിനിമയാണ് തന്നെ ബെസ്റ്റ്. ഇതിൽ കൂടെ ലൈറ്റിങ്ങൊക്കെ ജിയോപ്പിയൊക്കെ തിളക്കിയിട്ടുണ്ട്. ഒരുപാട് എഫേർട്ട് എടുത്തൊരു ക്യാരക്ടറാണ്. അത്രയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതിന്റെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടർ മമ്മൂക്കയോടൊപ്പം ചെയ്യുന്നുണ്ട്? അത്രേ അറിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം എല്ലാവരോടൊപ്പം ഇരുന്ന് കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. താങ്ക് യു.
ആയിരിക്കും. സിനിമ പ്രതികരിക്കുന്നത് ഇപ്പൊ ആളുകൾ പുറത്തിറങ്ങി അതിന്റെ റെസ്പോൺസ് പറയുമ്പോൾ പോലും സ്പോയിലേഴ്സ് ഇല്ലാതെ ആണ് ആളുകൾ അത് പറയുന്നത്. ഈ മെറ്റീരിയലിനോട് അവർ കാണിക്കുന്ന റെസ്പെക്ട് ലവ് ആണെന്ന് തോന്നുന്നു. സോ ഓഡിയൻസിന്റെ ഈ ഒരു റിയാക്ഷൻ തിയേറ്ററിൽ ലൈവായിട്ട് കണ്ടപ്പോൾ ആ ഫീലിംഗ് എന്ന് പറയാമോ? നല്ല ഹാപ്പി ആയി. കുറേ നാളത്തെ 6 months-ന്റെ നമ്മുടെ നാട്ടിൽ ഓൾറെഡി ഈ മിത്തുകളും അതുപോലെ തന്നെ ഐതിഹ്യങ്ങളിലൊക്കെ വലിയൊരു സംസ്കാരമുണ്ട്. അപ്പൊ അത് ഇതുവരെ അങ്ങനെ ഒരു അധർവത്തിനൊക്കെ ശേഷം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സോ ബ്രഹ്മയുഗം അതിന്റെ ഒക്കെ ഒരു നല്ല അഡാപ്റ്റേഷൻ ആണ്. അതിന് കുറെ നല്ല ഈണം സംഗീതത്തിലും ആ സാധനം കൊണ്ടുവന്നു. ഈ കഥയില് പറഞ്ഞ ഒരു ഫോക്ക് സാധനം. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ സാധനത്തിന് പറയേണ്ടത്. ഞാൻ ഇതിന്റെ മിക്സിലൊക്കെ സാധനങ്ങളൊക്കെ ഇരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സാധനം ഉണ്ടായിരുന്നു. അതായത് പെർഫോമൻസ് എന്ന രീതിയിൽ ഒരുപക്ഷെ സിദ്ധാർത്ഥിന്റെ കരിയറിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റോളാണ്. സോ എന്തായിരുന്നു രാഹുലിന്റെ കോൺഫിഡൻസ് ആയിരുന്നോ? എന്തായിരുന്നു ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് വരാൻ കാരണം? രാഹുലിന്റെ കോൺഫിഡൻസ് ആണെന്ന് തോന്നുന്നത്. രാഹുലിന്റെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും തിയേറ്റർ റെസ്പോൺസ് കേട്ടോ? എങ്ങനെയുണ്ട് അഭിപ്രായം? പ്രതീക്ഷിച്ച് കൂടുതലായിട്ട് ഗംഭീര അഭിപ്രായം ലഭിക്കുമ്പോൾ നല്ല നല്ല സന്തോഷം തന്നെ. അത് ഇനി കൂടുതൽ ആൾക്കാർ കാണാനുണ്ടല്ലോ, അപ്പൊ അത് കണ്ടിട്ട് അതിന്റെ ഓരോ ഇന്ത്യൻ സിനിമയുടെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാവാൻ ചാൻസ് ഉണ്ടല്ലോ ആയാൽ അത്രയും അതിന് കൂടുതൽ സന്തോഷം. പൊളിയായിരുന്നു. എന്നുവെച്ചാല് എല്ലാരും പറഞ്ഞ തന്നെ ഇപ്പൊ മമ്മൂക്കി എടുക്കുന്ന ക്യാരക്ടേഴ്സ് നോക്കിയാലും എല്ലാം ഭയങ്കര രീതിക്ക് നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ആക്ടേഴ്സിനൊക്കെ ഇനിയും നമുക്കൊന്നുമില്ല, ബ്രേക്ക് ചെയ്ത് എന്ത് ക്യാരക്ടർ ചെയ്യാമെന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. ആ ഒരു ബലവും ആ ഒരു ശക്തിയുടെ നമുക്ക് അടുത്ത ക്യാരക്ടറും എന്ത് ടൈപ്പ് എടുക്കണം എന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള കൊതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് അങ്ങനത്തെ ഒരു ആക്ടിങ് വർക്ക് ചെയ്യുമ്പോൾ പ്രൗഡാണ്. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ പ്രേക്ഷകർ എങ്ങനെ ഏറ്റെടുക്കുന്നത്? പിന്നെ ഓഫ്കോഴ്സ് ഉണ്ട്. എല്ലാ പടത്തിലും ഇറങ്ങുമ്പോൾ നമുക്ക് തലേ ദിവസം മുമ്പത്തെ ദിവസം ഇറങ്ങുന്ന ദിവസമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടാവും. ആൾക്കാർ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്. കാരണം നമ്മൾ ചെയ്ത് വെച്ചൊരു ഹാർഡ് വർക്കാണ്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്താൽ അത്ര സന്തോഷം. ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാത്ത പടങ്ങൾ നമ്മൾ നെക്സ്റ്റ് പടം അതിൽ എന്തൊക്കെ തെറ്റുന്ന മനസ്സിലാക്കി പടത്തിൽ തിരുത്താൻ തന്നെ ആക്ച്വലി സിനിമയിലെ ക്യാരക്ടേഴ്സ് കൊള്ളാകുമ്പോൾ ആക്ച്വലി കഥ കൺവേ ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നു? അത് നിങ്ങൾക്കും കണ്ടോ? പടം കണ്ടോ? ഞാൻ ടോപ്പ് ബാക്കി കൂടി കണ്ടിട്ട് മനസ്സിലാക്കിയത് നല്ലതായിരിക്കും. അർജുനേട്ടാ അർജുനേട്ടാ അത് ആ സംവിധാനത്തിൽ ചോദിക്കുന്നത് അത് പെട്ടെന്ന് ചോദിക്കണം. എന്റെ അടുത്ത് ഞാൻ എങ്ങനെ പറയാനാണ്? അർജുനേട്ടാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ കാലഘട്ടത്തിൽ ഈ റോള് കിട്ടിയത് കിട്ടാനിരിക്കുന്ന റോളൊന്നുണ്ട്. അത് ഞാൻ ചെയ്യുന്നത് വേറെ ആരെയും നമ്മൾ പറയണ്ട. വേറെ ആയിരിക്കും കിട്ടാൻ പോട്ടെ. അല്ല അർജുനേട്ടാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്തില്ല പ്രേക്ഷകരാ. അപ്പൊ അതെന്ത് എങ്ങനെ തോന്നുന്നു? നല്ലതല്ലേ? ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് നമുക്ക് കാണാത്ത ടൈപ്പ് ഓഫ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എത്ര ഒരു സ്വീകാര്യത പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, നമ്മളത് ഇറങ്ങിയാലേ അറിയുള്ളൂ ആൾക്കാരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. നമ്മൾ വെയിറ്റ് ചെയ്യാം അതിന്റെ ഒരു ആക്സെപ്റ്റൻസ് അറിയാനേ. അപ്പൊ കണ്ട ആൾക്കാർക്ക് മലയാളത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാം. 2024 നടന്മാരെ പട്ടി എടുക്കുമ്പോ ഈ ചിത്രത്തിൽ 3 പേരുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. മമ്മൂക്കയായാലും ഒരുപാട് വരുമ്പോ അർജുന അശോകനും സിദ്ധാർത്ഥും മമ്മൂക്കിയും മത്സരിക്കുകയാണ്. അപ്പൊ അതൊക്കെ എന്നെ കേൾപ്പിക്കാൻ പറയണ്ട. അത് സത്യമായിട്ടും പറഞ്ഞു.